ഇന്ന് ദൈവത്തെ വല്ലാതെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ രക്ഷിക്കുന്നതിനും ശിക്ഷിക്കുന്നതിനും ഒരു നേർമാർഗം പ്രാപിക്കുന്നതിനുമൊക്കെ വേണ്ടതായ കൃത്യമായ വഴികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 17-ാമത്തെ സൂറത്തായ സൂറത്തുൽ ഇസ്രാഇൻ്റെ 15-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ ഇഹ്തദ ഫഇന്നമാ യഹ്തദി ലിനഫ്സി വമൻ ലല്ല ഫഇന്നമാ യളില്ലു അലൈഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആരെങ്കിലും നേർമാർഗം സ്വീകരിക്കുകയാണെങ്കിൽ അത് അവന് വേണ്ടി തന്നെയാണ് അവൻ ആ മാർഗം സ്വീകരിക്കുന്നത്. ഇനി അതല്ല, ഇതൊന്നും ഉൾക്കൊള്ളാൻ വയ്യാതെ ഇവൻ ഈ ഒരു വഴിയിൽ നിന്ന് വിദൂരമാക്കപ്പെടുകയാണെങ്കിൽ അത് അവന് തന്നെയാണ് അവൻ ദോഷം വരുത്തി വയ്ക്കുന്നത്. ശേഷം പറയുന്നത് വലാ തസിറു വാസിറത്തൻ വിസ്റ ഉഖ്റ. ഒരാളും മറ്റൊരാളുടെ പാപഭാരം ചുമക്കുകയില്ല. മൂന്നാമതായിട്ട് അല്ലാഹു പറയുന്നത് വമാ കുന്ന മുഅദ്ദിബീന ഹത്ത നബ്അസ റസൂല. ഒരു സമുദായത്തിനും ഒരു മുന്നറിയിപ്പുകാരൻ വരാതെ ആ സമുദായം കഴിഞ്ഞു പോയിട്ടില്ല. 3 അവസ്ഥകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഒരാൾ ഈ ഒരു ഖുർആനിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുകയാണെങ്കിൽ അത് അവൻ്റെ ഗുണത്തിന് വേണ്ടി തന്നെയാണ്. അതല്ല, അവൻ അതിൽ നിന്ന് വഴിപിഴച്ചു പോയാൽ അത് അവൻ്റെ ദോഷത്തിന് വേണ്ടി തന്നെയാണ്. ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല. മൂന്നാമതായി പറയുന്നത് ഒരു മുന്നറിയിപ്പുകാരൻ വരാതെ ഒരു സമുദായവും കടന്നു പോയിട്ടില്ല. നമ്മുടെ മുന്നിലുള്ള മുന്നറിയിപ്പുകാരൻ വിശുദ്ധ ഖുർആനാണ്. മതത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള പണ്ഡിതരാണ്. സോഷ്യൽ മീഡിയയിലെ ഗുണകാംക്ഷയോടുകൂടി വരുന്ന സംവേദങ്ങളാണ്. ഇങ്ങനെ ഓരോ തരത്തിലും നമ്മുടെ മുന്നിൽ മുന്നറിയിപ്പുകാർ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അതിനെ പരിഗണിക്കുന്ന ആളുകൾ അവൻ്റെ ഗുണത്തിന് വേണ്ടിയും അവഗണിക്കുന്ന ആളുകൾ അവൻ്റെ ദോഷത്തിന് വേണ്ടിയുമാണ് എന്ന് ഈ ആയത്തിൽ ഖണ്ഡിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മളെ ഉണർത്തിയിരിക്കുന്നു, നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.